കേരള കോൺഗ്രസുമായി ധാരണയായി ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസ് ഏറ്റെടുക്കും. ഏറ്റുമാനൂർ, ഇടുക്കി, ചങ്ങനാശ്ശേരി, കുട്ടനാട് എന്നീ 4 സീറ്റുകൾ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകളാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. 4 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങി. ഒരു സമവായം ഉണ്ടായിരിക്കുന്നത് 2 സീറ്റിന്റെ കാര്യത്തിലാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, എങ്ങനെയാണ് ഈ സമവായത്തിലേക്ക് എത്തിയത്? അതായത് 4 സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെട്ട സീറ്റുകളിൽ 2 എണ്ണം വിട്ടു നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേരള കോൺഗ്രസ് എത്തുകയാണ്. അത് ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ ഇടുക്കി സീറ്റുമാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജനവിധി തേടും. കഴിഞ്ഞ കുറേ കാലമായി അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യം റോഷി അഗസ്റ്റിൻ UDFിന്റെ ഭാഗമായിരുന്ന കാലത്ത് അവിടെ മത്സരിച്ചിരുന്നത് റോഷി അഗസ്റ്റിൻ മത്സരിച്ചു. അതിനുശേഷം പിന്നീട് റോഷി അഗസ്റ്റിനും കൂട്ടരും മുന്നണി വിട്ട് പുറത്തേക്ക് പോയപ്പോൾ അവിടെ ആ സീറ്റ് PJ ജോസഫിന് നൽകേണ്ടി വന്നു. പക്ഷേ ആ തവണ പരാജയമായിരുന്നു ഫലം. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാൻ കഴിയില്ല. റോഷി അഗസ്റ്റിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. അതൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് വ്യക്തമായ മേൽക്കൈ ഇടുക്കി നിയോജക മണ്ഡലത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്. അത് ഉപേക്ഷിച്ച് ചർച്ചയിൽ കൃത്യമായി കേരള കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനായി ചില ആളുകൾക്ക്, ചില പ്രാദേശിക കേരള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിഷയത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിലും ചർച്ചയ്ക്കൊടുവിൽ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. ജോയ് വെട്ടിക്കുഴിയുടെയും അതോടൊപ്പം തന്നെ ബിജോ മാണിയുടെയും അലോഷ്യസ് സേവ്യറുടെയും അടക്കമുള്ള പേരുകളാണ് കോൺഗ്രസ് അവിടേക്ക് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരിലെ സീറ്റിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ജോസഫ് വാഴക്കൻ അടക്കമുള്ള ആളുകൾ ആ സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. മറ്റു ചില പേരുകളും കൂടി സജീവ ചർച്ചയാകുന്നു. തീരുമാനം വരേണ്ടതുണ്ട്. കുട്ടനാട് അടക്കമുള്ള മറ്റു ചില സീറ്റുകളിലും കോൺഗ്രസ് ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും അത് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. 2 സീറ്റുകൾ ചോദിച്ച 4-ൽ 2 വിട്ടുകൊടുക്കാമെന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, പക്ഷേ ഈ കോൺഗ്രസിന് 2 സീറ്റ് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തർക്കം രൂക്ഷമാണ്. ഇടുക്കിയിൽ നിന്ന് 10 അംഗ നേതൃസംഘം PJ ജോസഫിനെ കാണാൻ തൊടുപുഴയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ വളരെ കാലമായി മത്സരിച്ചുകൊണ്ട സീറ്റാണ് ഇടുക്കി അസംബ്ലി നിയോജകമണ്ഡലം. ഈ അസംബ്ലി നിയോജകമണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ UDF നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പാർട്ടി ചെയർമാനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സീറ്റ് മാറുക എന്നുള്ളത് ആ കക്ഷിക്ക് സംഭവമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇടുക്കി അസംബ്ലി നിയോജകം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ധാരണയ്ക്ക് തയ്യാറാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുമില്ല. ഇടുക്കി ജില്ലയിൽ ഏറ്റവും അടിസ്ഥാന കേരള കോൺഗ്രസ് ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി നിയോജകമണ്ഡലം. അപ്പോൾ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുവാൻ വേണ്ടിയുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും നടത്തി ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ സീറ്റ് ജില്ലാ പ്രസിഡന്റ് കിട്ടാതിരിക്കാൻ വേണ്ടി വേറെ ചില തൽപര കക്ഷികളുടെ ഒക്കെ ജയിക്കുകയില്ല എന്നുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് കോൺഗ്രസ് നേതൃത്വം, ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തോടും ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് കേരള കോൺഗ്രസിന് സീറ്റ് വേണം, അത് വിട്ടുതരുന്ന പ്രശ്നമില്ല. പാർട്ടി ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല, ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകും. നിതിൻ, ഈ വിഷയത്തിൽ പ്രാദേശികമായുള്ള എതിർപ്പ് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിന് മത്സരിക്കാൻ കഴിയില്ല എന്ന വിഷമം, ഇതിനൊക്കെ ഇനി എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇതിപ്പോൾ സംസ്ഥാന തലത്തിൽ നേതാക്കൾ തമ്മിൽ നേതൃതലത്തിൽ എത്തിയ ഒരു തീരുമാനമാണല്ലോ. അതുകൊണ്ട് ഇവരുടെ പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് പ്രാദേശിക തലത്തിൽ? അതായത് ഏതെങ്കിലും തരത്തിൽ UDFിന്റെ സാധ്യതകളെ ബാധിക്കുന്ന തരത്തിലൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടോ? ശക്തമായിട്ട് തന്നെ ഒരു പ്രതിഷേധമാണ് ഈ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് 10 അംഗ നേതൃസംഘം ഇടുക്കിയിൽ വെച്ച് ഒരു യോഗം ചേരുകയും യോഗത്തിന് ശേഷം നേരിട്ട് പാർട്ടി ചെയർമാനായ PJ ജോസഫിനെ നേരിട്ട് തന്നെ പോയി കാണാമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. അതിന്റെ പിന്നാലെ ഇപ്പോൾ തൊടുപുഴയിലെ PJ ജോസഫിന്റെ വസതിയിലേക്ക് അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. PJ ജോസഫിനെ അവിടെ വെച്ച് കണ്ട് അവർക്ക് ഈ ഇടുക്കി സീറ്റ് ഒരു കാരണവശാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയുള്ള ഒരു
നിലപാട് അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ നീങ്ങാനാണ് ഈ നേതൃസംഘത്തിന്റെ ആലോചന എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരു 10 സംഘം ഇവിടെ യോഗം കൂടിയത് പ്രധാനപ്പെട്ട ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇവിടെ ഈ ഒരു യോഗം വിളിച്ചത്. അഡ്വക്കേറ്റ് തോമസ് പെരുമനയുടെ നേതൃത്വത്തിലായിരുന്നു ആ യോഗം. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗമാണ് തോമസ് പെരുമന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് MJ കുര്യൻ, സംസ്ഥാന സെക്രട്ടറി ഷൈനി സജി, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട്, അഡ്വക്കേറ്റ് AB തോമസ്, ബിനു ജോൺ, ജില്ലാ സെക്രട്ടറിമാരായ VT തോമസും KK വിജയനും, സംസ്ഥാന സെക്രട്ടറിയായ ബെന്നി പുതുപ്പാടി എന്നിങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 10 നേതാക്കൾ അല്ലെങ്കിൽ ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട 10 നേതാക്കളാണ് ഇത്തരത്തിൽ ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് കുമളിയിൽ നിന്ന്.